നമസ്കാരം. ലൈസൻസ് ഉള്ള എല്ലാ സിവിൽ എഞ്ചിനീയർമാരും നിർബന്ധമായിട്ടും കെ സ്മാർട്ടിൽ രജിസ്റ്റർ ചെയ്തിരിക്കേണ്ടതുണ്ട്. കാരണം ഇനി മുതൽ നമ്മൾ പ്ലാനുകൾ സമർപ്പിക്കാൻ പോകുന്നത് കെ സ്മാർട്ട് വെബ്സൈറ്റ് വഴിയായിരിക്കും. അതുകൊണ്ട് തന്നെ മുമ്പ് നമ്മൾ സങ്കലനം ചെയ്തവരാണെങ്കിലും സുവേഗ പ്രീ DCR ചെയ്ത ആളുകളാണെങ്കിലും ഒക്കെ ഇനി മുതൽ കെ സ്മാർട്ടിൻ്റെ EDCR വഴിയാണ് നമ്മൾ പ്ലാനുകൾ സമർപ്പിക്കാൻ പോകുന്നത്. അപ്പോൾ അതെങ്ങനെയാണെന്നുള്ളതാണ് ഈ വീഡിയോയിലൂടെ നമ്മൾ സംസാരിക്കുന്നത്. സമയം കളയാതെ നേരെ വീഡിയോയിലേക്ക് കിടക്കാം. നിങ്ങൾ കെ സ്മാർട്ട് എന്ന് സെർച്ച് ചെയ്ത് കഴിഞ്ഞാൽ ആദ്യം തന്നെ കാണുന്നത് നമുക്ക് LSGDയുടെ വെബ്സൈറ്റ് ആയിരിക്കും. കെ സ്മാർട്ട് ഡെലിവറിങ് ഡിജിറ്റൽ ഹാപ്പിനെസ് എന്നാണ് അതിൻ്റെ ടൈറ്റിൽ കൊടുത്തിരിക്കുന്നത്. അതിൽ ക്ലിക്ക് ചെയ്തിട്ട് വെബ്സൈറ്റ് ഓപ്പൺ ആക്കുക. വെബ്സൈറ്റ് ലോഡ് ആവാനൊക്കെ അല്പം സമയം എടുക്കും. നേരെ നമ്മുടെ വെബ്സൈറ്റിലേക്ക് വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ വെബ്സൈറ്റിൻ്റെ ഇൻ്റർഫേസ് ഇത് എങ്ങനെയാണ് ഉണ്ടായിരിക്കുക. നമ്മൾ സിവിൽ എഞ്ചിനീയേഴ്സ് എന്നുള്ള രീതിയിൽ നമ്മൾ ഇതിനകത്ത് ആദ്യമായിട്ടാണ് വരുന്നതെങ്കിൽ വെബ്സൈറ്റിലൊന്ന് രജിസ്റ്റർ ചെയ്യേണ്ടതുണ്ട്. രജിസ്റ്റർ ചെയ്യാൻ വേണ്ടിയിട്ട് മുകളിൽ വരിക. മുകളിൽ 2 ഓപ്ഷനുകൾ കാണാം, രജിസ്റ്റർ, ലോഗിൻ. ഇതിൽ രജിസ്റ്റർ അല്ല ക്ലിക്ക് ചെയ്യേണ്ടത്. ഇത് സാധാരണ പബ്ലിക് ആയിട്ടുള്ള ആളുകൾ ടാക്സ് അടയ്ക്കാനോ അങ്ങനെ അല്ലെങ്കിൽ വിവാഹം രജിസ്റ്റർ ചെയ്യാനോ അങ്ങനെയുള്ള കാര്യങ്ങൾക്കൊക്കെ വേണ്ടിയിട്ട് സെയിം വെബ്സൈറ്റ് തന്നെയാണ് ഇനി മുതൽ എല്ലാവരും ഉപയോഗിക്കാൻ പോകുന്നത്. പഞ്ചായത്തിൽ നിന്ന്, മുനിസിപ്പാലിറ്റിയിൽ നിന്ന്, കോർപ്പറേഷനിൽ നിന്ന് ലഭിക്കുന്ന എല്ലാ സേവനങ്ങളും ഇനി മുതൽ ഓൺലൈനായിട്ട് ഈ ഒരു വെബ്സൈറ്റ് വഴിയായിരിക്കും നൽകുക എന്ന് ഗവൺമെൻറ് അറിയിച്ചിട്ടുണ്ട്. നമ്മൾ സിവിൽ എഞ്ചിനീയേഴ്സ് ആയിട്ടുള്ള ആളുകൾ രജിസ്റ്റർ ചെയ്യേണ്ടത് ഈ ലോഗിൻ എന്ന് പറയുന്ന ബട്ടണിൽ ക്ലിക്ക് ചെയ്തിട്ടാണ്. 3 ലോഗിനുകളാണുള്ളത്. ഒന്ന് സിറ്റിസൺ ലോഗിൻ, അതായത് സാധാരണക്കാരായിട്ടുള്ള പൗരന്മാർ ഈ ഒരു വെബ്സൈറ്റിലേക്ക് ലോഗിൻ ചെയ്യേണ്ടത് സിറ്റിസൺ ലോഗിൻ വെച്ചിട്ടാണ്. എംപ്ലോയി ലോഗിൻ, ഗവൺമെൻറ് എംപ്ലോയീസ് ഈ ഒരു ലോഗിൻ വെച്ചിട്ടാണ് ഇതിലേക്ക് എൻ്റർ ചെയ്യേണ്ടത്. നമ്മൾ എന്തെങ്കിലും ഒരു സ്ഥാപനം നടത്തുന്ന ആളുകളൊക്കെയാണ് അല്ലെങ്കിൽ എഞ്ചിനീയേഴ്സ് ആണ്, അവർക്ക് ബിൽഡിങ്ങിൻ്റെ പ്ലാനുകൾ സമർപ്പിക്കാനാണെങ്കിൽ ഓർഗനൈസേഷൻ ലോഗിൻ ആണ് നമ്മൾ ക്ലിക്ക് ചെയ്യേണ്ടത്. അതിൽ ക്ലിക്ക് ചെയ്യാം. അതിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ ഓർഗനൈസേഷൻ ലോഗിങ്ങിൻ്റെ പേജിലേക്കാണ് പോവുക. ഈ പേജിൽ വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇവിടെ ഓർഗനൈസേഷൻ നമുക്ക് ഹൈലൈറ്റ് ആയി കാണുന്നത് കാണാം. നമ്മുടെ ഫോൺ നമ്പർ, ഓർഗനൈസേഷൻ നെയിം ഒക്കെ കാണാം. നമ്മുടെ ഫോൺ നമ്പർ വെച്ച് നമ്മൾ രജിസ്റ്റർ ചെയ്ത് കഴിഞ്ഞാൽ അവർ നമുക്കൊരു ഓർഗനൈസേഷൻ നെയിം തരും. അത് വെച്ചിട്ടാണ് പിന്നീട് നമ്മൾ ഈ വെബ്സൈറ്റിലേക്ക് ലോഗിൻ ചെയ്യുന്നത്. നമ്മൾ ആദ്യമായിട്ടാണ് വെബ്സൈറ്റിൽ വരുന്നതുകൊണ്ട് തന്നെ നമ്മൾ ആദ്യം രജിസ്റ്റർ ചെയ്യണം. രജിസ്റ്റർ ചെയ്യേണ്ടത് ബിൽഡിംഗ് ലൈസൻസി രജിസ്ട്രേഷൻ എന്ന് പറയുന്ന കാണുന്ന അടിഭാഗത്ത് ഒന്ന് ക്ലിക്ക് ചെയ്തുകൊണ്ടാണ്. ഇതിൽ ക്ലിക്ക് ചെയ്യുന്ന സമയത്ത് നമ്മൾ ഇതേപോലെ ഒരു വെബ്സൈറ്റിൻ്റെ പോർട്ടലിലേക്കാണ് വരിക. ഇവിടെ നമുക്ക് നമ്മുടെ ലൈസൻസ് എൻ്റർ ചെയ്യാനുള്ള ഒരു ഓപ്ഷനാണ് കാണാം. ഇതിനകത്ത് ഇഫ് യു ഡോണ്ട് ഹാവ് അക്കൗണ്ട് രജിസ്റ്റർ അക്കൗണ്ട് എന്ന് കാണാം. നമ്മൾ ഓൾറെഡി ഞാനത് രജിസ്റ്റർ ചെയ്തതാണ്. ഇനിയിപ്പോൾ നിങ്ങൾ രജിസ്റ്റർ ചെയ്യാൻ പോവുകയാണെങ്കിൽ അതിൻ്റെ സ്റ്റെപ്പുകൾ ഞാനൊന്ന് കാണിച്ചു തരാം. രജിസ്റ്റർ അക്കൗണ്ട് എന്ന് പറയുന്ന ഭാഗത്ത് ക്ലിക്ക് ചെയ്യാം. ക്ലിക്ക് ചെയ്യുന്ന സമയത്ത് ഇതേപോലെ ഒരു ഇൻ്റർഫേസിലേക്കാണ് വരിക. എൻ്റെ എക്സിസ്റ്റിംഗ് ആയിട്ടുള്ള പാസ്വേഡും മെയിൽ IDയും ഇതിനകത്ത് വന്നതാണ്. ഓക്കെ, നിങ്ങൾ ചെയ്യുന്ന സമയത്ത് ഇതേപോലെ എല്ലാം ബ്ലാങ്ക് ആയിട്ടായിരിക്കും വരുന്നുണ്ടാവുക. ഇതിൽ നെയിം, നിങ്ങളുടെ പേരെന്താണ് എന്നുള്ളത് വളരെ കറക്റ്റായിട്ട് നൽകുക. നിങ്ങളുടെ പേര് അരുൺ എന്നാണെങ്കിൽ വളരെ കൃത്യമായിട്ട് അരുൺ എന്ന് ടൈപ്പ് ചെയ്യുക. വളരെ ശ്രദ്ധിക്കുക. ഇപ്പോൾ നിങ്ങൾ കൊടുക്കുന്ന പേര് നിങ്ങളുടെ പേഴ്സണൽ ഡീറ്റെയിൽസ് ആയിട്ട് വെബ്സൈറ്റ് എടുക്കുന്നതായിരിക്കും. ചിലപ്പോൾ നമ്മുടെ കമ്പ്യൂട്ടറിലൊക്കെ നമ്മൾ സ്പീഡിൽ ടൈപ്പ് ചെയ്യുമ്പോൾ ഏതെങ്കിലും സ്പെല്ലിങ് മിസ്റ്റേക്ക് വന്നു പോയാൽ പിന്നീട് ഇത് എഡിറ്റ് ചെയ്യാനുള്ള ഓപ്ഷൻ ഉണ്ടായിരിക്കില്ല. വളരെയധികം ശ്രദ്ധിക്കുക. ഒരിക്കൽ ഈ പറയുന്ന പേരോ അതേപോലെ നിങ്ങളുടെ ആധാർ നമ്പറോ ഒക്കെ തെറ്റിപ്പോയി കഴിഞ്ഞാൽ പിന്നീട് എഡിറ്റ് ചെയ്യാൻ വലിയ പാടായിരിക്കും. യൂസർ നെയിം കൊടുക്കണം. യൂസർ നെയിമായിട്ട് നിങ്ങളുടെ മെയിൽ ID ആണ് കൊടുക്കേണ്ടത്. സോ നിങ്ങളുടെ മെയിൽ ID എന്താണോ അത് ഇവിടെ കൊടുക്കുക. arun.cor@gmail.com. ഞാനതൊക്കെ വെറുതെ ഒരു സാമ്പിളായിട്ട് കൊടുക്കുന്നതാണ്. ഒരു പാസ്വേഡ് കൊടുക്കുക. പാസ്വേഡിൽ 8 അക്കം ഉണ്ടായിരിക്കണം. ഒരു വലിയ അക്കം വേണം, ചെറിയ അക്കങ്ങൾ വേണം, പിന്നെ എന്തെങ്കിലുമൊക്കെ സ്പെഷ്യൽ ക്യാരക്ടർ @ അങ്ങനെ എന്തെങ്കിലും ഒരു സ്പെഷ്യൽ ക്യാരക്ടർ വെച്ചിട്ട് കൊടുക്കുക. അപ്പം ഉദാഹരണത്തിന് നമ്മൾ ക്യാപിറ്റൽ ARUN @123 എന്ന് കൊടുക്കാം. ഇതാണ് നമ്മൾ കൊടുത്തിരിക്കുന്ന പാസ്വേഡ്. സെയിം പാസ്വേഡ് തന്നെ നമുക്ക് താഴെയും കൊടുക്കാം. ഒരു ക്യാപിറ്റൽ ലെറ്റർ ഉണ്ടായിരിക്കുക, ബാക്കിയുള്ളതെല്ലാം സ്മോൾ ലെറ്റർ ആയിരിക്കുക. ഒരു @ അങ്ങനെ എന്തെങ്കിലും ഒരു സ്പെഷ്യൽ ക്യാരക്ടർ ഉണ്ടായിരിക്കുക. സെയിം പാസ്വേഡ് തന്നെ കൺഫേം പാസ്വേഡിൽ നമ്മൾ മാറ്റി ടൈപ്പ് ചെയ്യുക. അടുത്തത് മൊബൈൽ നമ്പറാണ്. നമുക്കുണ്ടാവുന്ന 10 അക്ക മൊബൈൽ നമ്പർ നമ്മളിവിടെ ടൈപ്പ് ചെയ്ത് നൽകണം. ആധാർ നമ്പർ, നമ്മുടെ ആധാർ കാർഡ് ഡീറ്റെയിൽസ് കൃത്യമായിട്ട് ഇവിടെ നമ്മൾ ടൈപ്പ് ചെയ്ത് നൽകുക. എന്നിട്ട് ഗെറ്റ് OTP അടിക്കുക. അപ്പോൾ നിങ്ങൾ ആധാർ ലിങ്ക് ചെയ്തിരിക്കുന്ന മൊബൈലിലേക്ക് ഒരു മെസ്സേജ് വരും, ഒരു OTP വരും. ആ OTP ഇവിടെ കൊടുത്താൽ മാത്രമേ നിങ്ങൾക്ക് രജിസ്റ്റർ ചെയ്യാൻ പറ്റുള്ളൂ. നിങ്ങളുടെ ആധാർ കാർഡ് നിങ്ങളുടെ മൊബൈൽ നമ്പറുമായിട്ട് ലിങ്ക് ചെയ്തിട്ടില്ലെങ്കിൽ ആദ്യം നിങ്ങൾ അക്ഷയ സെൻറ്ററിൽ പോയിട്ട് അത് ലിങ്ക് ചെയ്യണം. ഞാൻ ഓൾറെഡി എൻ്റെത് ചെയ്തിട്ട് OTP അടിച്ച് രജിസ്റ്റർ ചെയ്തതാണ്. രണ്ടാമതും നമുക്ക് വേറൊരാളുടെ ആധാർ കാർഡ് വെച്ചിട്ട് OTP അടിക്കാൻ പറ്റില്ല. സോ അതുകൊണ്ട് ഞാൻ മുമ്പ് ചെയ്ത് വെച്ചിരിക്കുന്ന സ്ക്രീൻഷോട്ട് വെച്ചിട്ട് ഞാൻ ബാക്കിയുള്ള കാര്യങ്ങളെല്ലാം ഒന്ന് വിശദീകരിച്ച് തരാം.
സോ നമ്മൾ രജിസ്റ്റർ ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ കയറി വരുന്നത് LDMS എന്ന് പറയുന്ന ഒരു വെബ്സൈറ്റിൻ്റെ ഇൻ്റർഫേസിലേക്കായിരിക്കും വരിക. അവിടെ വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ കൊടുത്തിരിക്കുന്ന ബേസിക് ഡീറ്റെയിൽസ്, നമ്മുടെ പേരും നമ്മുടെ മെയിൽ ഐഡിയും നമ്മുടെ ആധാർ നമ്പറും ഫോൺ നമ്പറും എല്ലാം ഇവിടെ കാണിക്കും. അടുത്തത് നമ്മൾ ഇതിനകത്തേക്ക് ആഡ് ചെയ്ത് കൊടുക്കാനുള്ളത് പേഴ്സണൽ ഡീറ്റെയിൽസ് ആണ്. അതിന് വേണ്ടിയിട്ട് പേഴ്സണൽ ഡീറ്റെയിൽസ് എന്ന് പറയുന്ന ഭാഗത്ത് ഒരു പ്ലസ് ചിഹ്നം കാണാം, അതിൽ ക്ലിക്ക് ചെയ്യാം. ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ അതിൽ നിങ്ങൾ ആഡ് ചെയ്ത് കൊടുക്കേണ്ട ഡീറ്റെയിൽസ് എന്തൊക്കെയാണെന്ന് നോക്കാം. നിങ്ങളുടെ ഡേറ്റ് ഓഫ് ബർത്ത് വേണം, നിങ്ങൾ ജെൻഡർ മെയിലാണോ ഫീമെയിലാണോ അല്ലെങ്കിൽ റാദർ നോട്ട് ടു സേ ആണോ, അതായത് വേണമെങ്കിലും നിങ്ങൾക്ക് കൊടുക്കാം. ഹൗസ് നമ്പർ കൊടുക്കണം, പ്ലേസ് സിറ്റി സ്റ്റേറ്റ് ഡിസ്ട്രിക്റ്റ്, ഇതൊക്കെ എല്ലാവർക്കും അറിയാവുന്ന കാര്യങ്ങളാണ്. പോസ്റ്റ് ഓഫീസ് ഏതാണെന്നുള്ളതും പിൻകോഡ് ഏതാണ് എന്നുള്ളതും. നിങ്ങളുടെ ഫോട്ടോ ഇവിടെ അപ്ലോഡ് ചെയ്ത് കൊടുക്കണം. JPG ഫോർമാറ്റിലുള്ള ഫോട്ടോയാണ് വേണ്ടത്. 150-200 പിക്സലിലാണ് ആ ഫോട്ടോ ഉണ്ടായിരിക്കേണ്ടത്. 1 MB താഴെ ആയിരിക്കണം ഫോട്ടോ. എങ്ങനെയാണത് ചെയ്യാൻ സാധിക്കുക? നമുക്ക് ഉദാഹരണത്തിന് ഒരു സാമ്പിൾ ഫോട്ടോ നമുക്ക് ഇതിനകത്ത് നിന്ന് എടുക്കാം. സാമ്പിൾ ഫോട്ടോ ഇത് നിങ്ങൾക്ക് ജസ്റ്റ് മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് പറയുകയാണ്. നമ്മളിപ്പോൾ ഒരു നെറ്റിൽ നിന്നും ഒരു സാമ്പിൾ ഫോട്ടോ നമ്മളിതിൽ നിന്നും ഡൗൺലോഡ് ചെയ്യുന്നു. അപ്പോൾ ഈ ഫോട്ടോയാണ് നിങ്ങളുടെ മൊബൈലുള്ളതെന്ന് വിചാരിക്കുക. ഇതെങ്ങനെ നമുക്ക് അവർ പറഞ്ഞിരിക്കുന്ന കൃത്യമായിട്ടുള്ള സൈസിലേക്ക് മാറ്റാൻ നോക്കാം. അവർ പറഞ്ഞിരിക്കുന്ന സൈസ് 150/200 പിക്സലാണ്. അതിന് വേണ്ടിയിട്ട് നിങ്ങൾ റീസൈസ് ഇമേജ് എന്ന് പറയുന്ന ഒരു സെർച്ച് കൊടുക്കുക. അപ്പോൾ നമുക്ക് ഇവിടെ കാണാം റീസൈസ് ഇമേജസ് ഓൺലൈൻ എന്ന് പറയുന്ന ഓപ്ഷൻ കാണാം. അതിൽ ക്ലിക്ക് ചെയ്യാം. ഒരു വെബ്സൈറ്റ് ആണ്, നമുക്ക് ഫ്രീ ആയിട്ട് നമ്മുടെ ഇമേജിൻ്റെ സൈസ് മാറ്റാൻ സാധിക്കുന്നത്. ഇതിനകത്ത് സെലക്ട് ഇമേജ് ഓപ്ഷൻ സെലക്ട് ചെയ്തിട്ട് നമ്മളിപ്പോൾ ഡൗൺലോഡ് ചെയ്ത് വെച്ചാൽ അല്ലെങ്കിൽ നിങ്ങളുടെ ഫോണിൽ നിങ്ങളുടെ ഫോട്ടോ ഉണ്ടാവില്ലേ, ആ ഫോട്ടോ നിങ്ങൾ ഇങ്ങോട്ട് ഇതേപോലെ അപ്ലോഡ് ചെയ്യുക. അതിനുശേഷം നിങ്ങൾ ചെയ്യേണ്ടത് ഇവിടെ ചൂസ് ന്യൂ സൈസ് ആൻഡ് ഫോർമാറ്റ് എന്ന് പറയുന്ന ഭാഗത്ത് പെർസെൻറ്റേജ് മാറ്റിയിട്ട് പിക്സൽ കൊടുക്കുക. പിക്സലിൽ 150, അതേപോലെ ഹൈറ്റ് 200 എന്നുള്ളത് ടൈപ്പ് ചെയ്യുക. ഇവിടെ ഈ ലോക്ക് ചിഹ്നം നിങ്ങൾ അൺലോക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് 150/200 എന്ന് ടൈപ്പ് ചെയ്ത് കൊടുക്കാൻ പറ്റും. സോ അടുത്തത് ഇത് സ്ട്രെച്ച് ചെയ്യണോ ക്രോപ്പ് ചെയ്യണോ ഫിറ്റ് ചെയ്യണോ എന്ന് ചോദിക്കും. നിങ്ങൾ ക്രോപ്പ് ചെയ്യുക എന്ന് പറയുന്ന ഓപ്ഷൻ കൊടുക്കുക. അതിനുശേഷം റീസൈസ് ഇമേജ് കൊടുക്കുക. അങ്ങനെ റീസൈസ് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ ഫോട്ടോ ഇതേപോലെ ക്രോപ്പായിട്ട് നമ്മൾ പറഞ്ഞ ആ ഒരു 150/200 സൈസിൽ വന്നിട്ടുണ്ടാവും. ഇതിൽ ഡൗൺലോഡ് ഓപ്ഷൻ കൊടുത്തു കഴിഞ്ഞാൽ നിങ്ങൾക്കത് ഡൗൺലോഡ് ചെയ്തെടുക്കാൻ പറ്റും. അപ്പോൾ ഇവിടെ നിങ്ങൾക്ക് ഇനി കാണാൻ പറ്റുന്നത് നിങ്ങളിപ്പോൾ ക്രോപ്പ് ചെയ്ത സൈസിലുള്ള ഇമേജ് ആയിരിക്കും. ആദ്യമുള്ള ഇമേജ് ഇതാണ്, പിന്നെ ക്രോപ്പ് ചെയ്ത സൈസിലുള്ള ഇമേജ് ഇങ്ങനെ ചെയ്യാൻ പറ്റും. അപ്പോൾ വളരെ എളുപ്പത്തിൽ നിങ്ങൾക്ക് ഫോട്ടോഷോപ്പ് ഒന്നും അറിയില്ലെങ്കിൽ ഈ ഒരു വെബ്സൈറ്റ് വെച്ചിട്ട് നിങ്ങളുടെ ഫോട്ടോ ഇതേപോലെ ക്രോപ്പ് ചെയ്യാം. എന്നിട്ട് ഇവിടെ വന്നിട്ട് ഈ ഒരു ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്തിട്ട് അത് അപ്ലോഡ് ചെയ്ത് കൊടുക്കുക. JPG ഫോർമാറ്റിലാണ് അപ്ലോഡ് ചെയ്യേണ്ടത്. അടുത്തത് നിങ്ങൾ അപ്ലോഡ് ചെയ്യാനുള്ളത് ആധാർ കാർഡാണ്. ആധാർ കാർഡിൻ്റെ ഫ്രണ്ടും ബാക്ക് സൈഡും നമ്മൾ ഒറ്റ ഫയലാക്കിയിട്ട് അപ്ലോഡ് ചെയ്യണം. PDF ഫയലാക്കിയിട്ടാണ് അപ്ലോഡ് ചെയ്യേണ്ടത്. മാക്സിമം 1 MB ആണ് ഉണ്ടാവേണ്ടത്. അതെങ്ങനെയാണെന്ന് നോക്കാം. നമ്മുടെ കമ്പ്യൂട്ടറിനകത്ത് സെർച്ചിൽ വന്നു കഴിഞ്ഞാൽ നമുക്കറിയാം, നമ്മുടെ കമ്പ്യൂട്ടറിൽ എല്ലാവരുടെയും കമ്പ്യൂട്ടറിൽ ഉണ്ടാകുന്ന ഒരു സോഫ്റ്റ്വെയർ ആണ് പെയിൻറ്റ് എന്ന് പറയുന്നത്. പെയിൻറ്റ് ഓപ്പൺ ചെയ്യാം. പെയിൻറ്റ് ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ ഇതിൽ ആദ്യം തന്നെ പേസ്റ്റ് എന്ന് പറയുന്ന ഒരു ഓപ്ഷൻ കാണാം. ഈ പേസ്റ്റിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പേസ്റ്റ് ഫ്രം എന്ന് പറഞ്ഞ് പേസ്റ്റ് എന്ന് പറഞ്ഞ 2 ഓപ്ഷൻസ് കാണാം. ഇതിൽ പേസ്റ്റ് ഫ്രം എന്ന് പറയുന്ന ഒരു ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്യാം. ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മളുടെ കമ്പ്യൂട്ടറിലെ ഫയലുകളൊക്കെ ഓപ്പൺ ആവും. അപ്പോൾ ഞാൻ ഇതിനകത്ത് സാമ്പിളായിട്ടൊരു ആധാർ കാർഡിൻ്റെ ഫ്രണ്ട് പേജാണ് വെച്ചിരിക്കുന്നത്. നിങ്ങൾക്ക് നിങ്ങളുടെ ആധാർ കാർഡ് ഫോട്ടോ എടുക്കാം. മൊബൈലിൽ ഫോട്ടോ എടുത്തിട്ട് വാട്സപ്പിലേക്കോ അല്ലെങ്കിൽ നിങ്ങളുടെ കമ്പ്യൂട്ടറിലേക്ക് ട്രാൻസ്ഫർ ചെയ്ത് കഴിഞ്ഞാൽ ഒരു ഫോട്ടോയായിട്ട് ഈ ഒരു ഫ്രണ്ട് പേജ് വന്നു എന്ന് വിചാരിക്കുക. അതേപോലെ തന്നെ നിങ്ങൾ എന്ത് ചെയ്യുക, വീണ്ടും പേസ്റ്റിനകത്ത് പേസ്റ്റ് ഫ്രം ഓപ്ഷൻ ഉപയോഗിച്ചിട്ട് നിങ്ങൾ ബാക്ക് സൈഡ് ആധാർ കാർഡിൻ്റെ ബാക്ക് സൈഡ് ഫോട്ടോ എടുത്തിട്ട് അതും ഇതേപോലെ നിങ്ങളുടെ പെയിൻറ്റിനകത്തേക്ക് കൊണ്ടുവരാം. എന്നിട്ട് രണ്ടും ഏകദേശം ഒരേ വലുപ്പത്തിലാക്കി വെക്കുക. അപ്പോൾ നോക്കൂ, നിങ്ങളുടെ പെയിൻറ്റിനകത്ത് ഇതേപോലെ ആധാർ കാർഡിൻ്റെ ഫ്രണ്ട് സൈഡും ബാക്ക് സൈഡും വന്നിട്ടുണ്ട്. ഇനി നിങ്ങൾ ചെയ്യേണ്ടത് പെയിൻറ്റിനകത്ത് തന്നെ സെലക്ട് എന്ന് പറയുന്ന ഓപ്ഷൻ കാണാം. ഇത് ക്ലിക്ക് ചെയ്തിട്ട് ഇതേപോലെ ഇത് രണ്ടും ഒരുമിച്ച് സെലക്ട് ചെയ്യാം. ഇങ്ങനെ രണ്ടും ഒരുമിച്ച് സെലക്ട് ചെയ്യാം. അതിനുശേഷം ഇവിടെ ക്രോപ്പ് എന്ന് പറയുന്ന ഓപ്ഷൻ കാണാം. അതിൽ ക്ലിക്ക് ചെയ്യാം. അപ്പോൾ ബാക്കിയുള്ള ആ വൈറ്റ് പോർഷൻസ് എല്ലാം മാറി നമ്മൾ ആ വെച്ചിരിക്കുന്ന 2 ഫയലുകൾ മാത്രം അടുപ്പിച്ചടുപ്പിച്ച് വരും. ഇത് നിങ്ങൾ ഫയലിൽ സേവ് ആസ് ഓപ്ഷൻ ഉപയോഗിച്ചിട്ട് സേവ് ചെയ്യുക. സേവ് ചെയ്യുമ്പോൾ PDF ആയിട്ടാണ് സേവ് ചെയ്യേണ്ടത്. പക്ഷേ നമുക്ക് പെയിൻറ്റിൽ PDF ആയിട്ട് സേവ് ചെയ്യാനുള്ള ഓപ്ഷൻസ് ഇല്ല. അപ്പോൾ നമ്മൾ JPG ആയിട്ട് തന്നെ സേവ് ചെയ്യാം. അതിൽ നിങ്ങൾ പേര് നിങ്ങൾക്ക് മനസ്സിലാവാൻ വേണ്ടിയിട്ട് പേര് ആധാർ എന്ന് കൊടുത്തോളൂ. ഇനി നിങ്ങൾ വീണ്ടും ചെയ്യേണ്ടത് ഇതിനെ PDF ആക്കണമെങ്കിൽ വീണ്ടും ഇൻ്റർനെറ്റിൽ വരിക.
ഇൻ്റർനെറ്റ് വന്നിട്ട് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നിങ്ങൾ JPG2PDF എന്ന് സെർച്ച് ചെയ്യുക. എല്ലാത്തിനും വെബ്സൈറ്റുകളുണ്ട്. പണ്ടത്തെ പോലെ നമുക്ക് ഓരോന്നിനും ഓരോ സോഫ്റ്റ്വെയർ അല്ലെങ്കിൽ ഫോട്ടോഷോപ്പ് പഠിക്കണം, അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു സ്റ്റുഡിയോയിൽ പോയിട്ട് ആ ചേട്ടനെ കൊണ്ട് ചെയ്യിപ്പിക്കണം, അങ്ങനെയൊന്നുമില്ല. നമുക്കെല്ലാം ഗൂഗിളിൽ വെച്ച് നമുക്ക് തന്നെ ചെയ്യാൻ പറ്റും. സോ നമ്മുടെ കയ്യിലുള്ള JPG ഫയലാണ്, അതിനെ PDF ഫയലാക്കിയിട്ട് നമുക്ക് മാറ്റണം. സോ ഇതിനകത്ത് സെലക്ട് JPG എന്ന് പറയുന്ന ഒരു ഓപ്ഷൻ സെലക്ട് ചെയ്യുക. നമ്മളിപ്പോൾ ചെയ്തു വെച്ചിരിക്കുന്ന ഫയൽ ഇതാ ഇവിടെ കാണാം. നിങ്ങൾ എവിടെയാണോ സേവ് ചെയ്തത് അവിടെ കാണാം. അവിടെ നിന്ന് സെലക്ട് ചെയ്യുക, ഓപ്പൺ കൊടുക്കുക. ഓപ്പൺ കൊടുത്തു കഴിഞ്ഞാൽ പോർട്രേറ്റ് ആണോ ലാൻഡ്സ്കേപ്പ് ആണോ വേണ്ടതെന്ന് ചോദിക്കും. നമുക്കത് നമ്മുടെ ചിത്രം എങ്ങനെയാണോ ഇരിക്കുന്നത് അതിനനുസരിച്ച് കൊടുക്കാം. എന്നിട്ട് കൺവേർട്ട് ടു PDF അടിക്കും. ദെൻ ഡൗൺലോഡ് PDF ഓപ്ഷൻ വരും. അതിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മുടെ കമ്പ്യൂട്ടറിലേക്ക് നമ്മുടെ ആധാർ കാർഡ് PDF ആയിട്ട് വന്നിട്ടുണ്ടാവും. റൈറ്റ് ക്ലിക്ക് ചെയ്യാം. അതിൻ്റെ സൈസ് 1 MB താഴെയാണോ എന്ന് ചെക്ക് ചെയ്യുക. സോ ഇവിടെ എൻ്റെ 10 KB മാത്രമേ ഉള്ളൂ. നിങ്ങളുടെ സൈസ് 1 MB കൂടുതലാണെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യണം? വീണ്ടും നിങ്ങൾ ഇവിടെ വന്നിട്ട് കംപ്രസ് PDF എന്ന് പറയുന്ന ഓപ്ഷൻ ഉപയോഗിച്ചിട്ട് ഇവിടെ കാണുന്ന ഏതെങ്കിലും ഒരു വെബ്സൈറ്റ് ഓപ്പൺ ചെയ്തിട്ട് നിങ്ങളുടെ 1 MB കൂടുതലുള്ള PDF-നെ നിങ്ങൾക്ക് കുറച്ച് ഒരു 0.5 MB 0.2 MB ഒക്കെ മാറ്റിയാൽ മാത്രമേ നമുക്ക് നമ്മുടെ K-Smartൻ്റെ വെബ്സൈറ്റിലേക്ക് അപ്ലോഡ് ചെയ്ത് കൊടുക്കാൻ പറ്റുള്ളൂ. സോ ആധാർ എന്ന് പറയുന്ന ഭാഗത്ത് ക്ലിക്ക് ചെയ്തുകൊണ്ട് നിങ്ങൾ നിങ്ങളുടെ ആധാർ കാർഡിൻ്റെ PDF ഫയൽ ഇതിനകത്തേക്ക് അപ്ലോഡ് ചെയ്യാം. അതിനുശേഷം അടിയിൽ ക്ലോസ് സേവ് എന്ന് കാണാം. അതിൽ ക്ലിക്ക് ചെയ്തുകൊണ്ട് നിങ്ങൾക്ക് സേവ് ചെയ്യാവുന്നതാണ്. അടുത്തതായിട്ട് നമ്മൾ ആഡ് ചെയ്ത് കൊടുക്കാൻ പോകുന്നത് നമ്മളുടെ ക്വാളിഫിക്കേഷൻ ഡീറ്റെയിൽസ് ആണ്. ക്വാളിഫിക്കേഷൻ എന്ന് പറയുന്ന സമയത്ത് നിങ്ങൾ എന്താണ് പഠിച്ചത്? നിങ്ങൾ ITI ആണോ, ഡിപ്ലോമയാണോ, അല്ലെങ്കിൽ BTech സിവിൽ എഞ്ചിനീയറിംഗ് ആണോ, നിങ്ങൾക്ക് MTech ഉണ്ടോ? ഈ കാര്യങ്ങളെല്ലാം നിങ്ങൾക്ക് ഇവിടെ വെച്ചിട്ട് ചെയ്തു കൊടുക്കാൻ പറ്റും. ബേസിക്കലി നിങ്ങൾ നിങ്ങളുടെ SSLC അപ്ലോഡ് ചെയ്യണം. അതേപോലെ തന്നെ നിങ്ങളുടെ ഡിഗ്രി സർട്ടിഫിക്കറ്റ്, അല്ലെങ്കിൽ ഡിഗ്രി ഇല്ലെങ്കിൽ നിങ്ങൾക്ക് ITIയോ ഡിപ്ലോമയോ അത് നിങ്ങൾ അപ്ലോഡ് ചെയ്ത് കൊടുക്കണം. സോ ആദ്യം നിങ്ങൾ നിങ്ങളുടെ SSLC സർട്ടിഫിക്കറ്റ് ഇതേപോലെ തന്നെ ഇതേ ഫോർമാറ്റിൽ ഫോട്ടോ എടുക്കുക. എന്നിട്ട് JPG ഫയലിനെ PDF മാറ്റുക. 2 MB താഴെയുള്ള PDF മാത്രമേ ഇതിനകത്തേക്ക് അപ്ലോഡ് ചെയ്യാൻ പറ്റുള്ളൂ. PDF ആക്കിയിട്ടുള്ള SSLCയുടെ സർട്ടിഫിക്കറ്റ് നിങ്ങൾ ഇതിനകത്തേക്ക് അപ്ലോഡ് ചെയ്യുക. ഞാൻ ഒരിക്കൽ കൂടെ PDF ആക്കുന്ന കാണിക്കാം. അപ്പോൾ നമ്മൾ ആദ്യം ചെയ്യേണ്ടത് നമ്മുടെ കയ്യിൽ ഫോട്ടോ എടുത്തിട്ടുള്ള ഫയൽ നമ്മുടെ കമ്പ്യൂട്ടറിലേക്ക് നിങ്ങൾ എങ്ങനെയെങ്കിലും ട്രാൻസ്ഫർ ചെയ്യുക, കമ്പ്യൂട്ടറിലേക്ക് കയറ്റുക. അതിനുശേഷം JPG to PDF എന്ന് പറഞ്ഞ് നിങ്ങൾ ഗൂഗിളിൽ സെർച്ച് ചെയ്യുക. അതിനകത്ത് ഫസ്റ്റ് ഓപ്ഷൻ കാണാം JPG to PDF. അതിൽ സെലക്ട് JPG ഇമേജ് എടുത്തു കഴിഞ്ഞാൽ ഇപ്പം SSLCയുടെ ഒരു സാമ്പിൾ ഫയൽ ഞാൻ അതിനകത്ത് നിന്ന് ഇതാക്കുന്നുണ്ട്. ഇവിടെ പോർട്രേറ്റ് ലാൻഡ്സ്കേപ്പ് എന്ന് പറയുന്ന ഒരു ഓപ്ഷനിൽ നിങ്ങൾ ഈ ഒരു ചിത്രം നിൽക്കുന്നത് ഇങ്ങനെ ആയതുകൊണ്ട് ഇവിടെ ലാൻഡ്സ്കേപ്പ് അടിച്ചാൽ കറക്റ്റ് SSLCയുടെ കറക്റ്റ് സൈസിലേക്ക് അത് വരുന്നത് കാണാം. നേരെ കൺവേർട്ട് ടു PDF കൊടുക്കാം. ദെൻ ഡൗൺലോഡ് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് SSLC സാമ്പിൾ ഇതേപോലെ PDF ആക്കിയിട്ട് സേവ് ചെയ്യാൻ പറ്റും. സോ ഇതെങ്ങനെയാണ് നമ്മൾ SSLC അപ്ലോഡ് ചെയ്യുന്നത് നോക്കാം. ക്വാളിഫിക്കേഷൻ എന്ന് പറയുന്ന ഭാഗത്തിൻ്റെ തൊട്ടടുത്തൊരു പ്ലസ് ചിഹ്നം നിങ്ങൾക്ക് കാണാൻ പറ്റും. ആ പ്ലസ് ചിഹ്നത്തിൽ നിങ്ങൾ ക്ലിക്ക് ചെയ്യാം. പ്ലസ് ചിഹ്നത്തിൽ ക്ലിക്ക് ചെയ്യുന്ന സമയത്ത് അതിൽ നമ്മളോട് ചോദിക്കുന്ന കാര്യങ്ങൾ ഇതൊക്കെയാണ്. നിങ്ങളുടെ ക്വാളിഫിക്കേഷൻ ഏതാണ് എന്ന് ചോദിക്കും. അപ്പോൾ അതിൽ നമ്മൾ SSLC എന്ന് സെലക്ട് ചെയ്ത് കൊടുക്കുക. അടുത്തത് ഇയർ ഓഫ് പാസ് ഏതാണെന്ന് ചോദിക്കുക. അപ്പോൾ നിങ്ങൾ SSLCയിൽ തന്നെ കാണാമല്ലോ നിങ്ങൾ ഏത് വർഷമാണ് പാസ്സായിട്ടുള്ളത്, അത് ടൈപ്പ് ചെയ്ത് കൊടുക്കുക. സബ്ജക്റ്റ് എന്ന് ചോദിക്കും. SSLCയുടെ സ്റ്റേറ്റ് ആണ് നമ്മൾ സബ്ജക്റ്റ്, സ്റ്റേറ്റ് എന്ന് ടൈപ്പ് ചെയ്ത് കൊടുത്താൽ മതി. ഇഷ്യൂയിങ് അതോറിറ്റി ചോദിക്കും. ഗവൺമെൻറ് ഓഫ് കേരളയാണ് SSLCയുടെ സർട്ടിഫിക്കറ്റ് ഇഷ്യൂ ചെയ്യുന്നത്. അപ്പോൾ ഇഷ്യൂയിങ് അതോറിറ്റി ഗവൺമെൻറ് ഓഫ് കേരള കൊടുക്കുക. ദെൻ സർട്ടിഫിക്കറ്റ് എന്ന് പറയുന്ന ഭാഗത്ത് നമ്മളിപ്പോൾ PDF ആക്കി വെച്ചിരിക്കുന്ന സർട്ടിഫിക്കറ്റ് സെലക്ട് ചെയ്ത് കൊടുക്കുക. PDF ആയിരിക്കണം, മാക്സിമം 2 MB പാടുള്ളൂ. അതിനുശേഷം സേവ് ചെയ്യാം. സേവ് ചെയ്തതിന് ശേഷം ക്ലോസ് അടിക്കുക. പിന്നെ വീണ്ടും നമ്മൾ ക്വാളിഫിക്കേഷൻ്റെ തൊട്ടടുത്തുള്ള പ്ലസ് ചിഹ്നത്തിൽ ക്ലിക്ക് ചെയ്തതിന് ശേഷം നമ്മളുടെ BTech സർട്ടിഫിക്കറ്റ് അല്ലെങ്കിൽ ITI സർട്ടിഫിക്കറ്റ് അല്ലെങ്കിൽ ഡിപ്ലോമ സർട്ടിഫിക്കറ്റ് അപ്ലോഡ് ചെയ്ത് കൊടുക്കുക. അവിടെ നിങ്ങളുടെ ക്വാളിഫിക്കേഷൻ ചോദിക്കുന്ന സമയത്ത് നിങ്ങൾ BTech സർട്ടിഫിക്കറ്റ് ആണെങ്കിൽ BTech എന്ന് സെർച്ച് ചെയ്ത് കൊടുക്കുക. ഇയർ ഓഫ് പാസ് നിങ്ങൾ ഏത് വർഷമാണോ പാസ്സായിട്ടുള്ളത് ആ ഒരു വർഷം ടൈപ്പ് ചെയ്ത് കൊടുക്കുക. നിങ്ങളുടെ സബ്ജക്റ്റ് BTech ആണെങ്കിൽ സിവിൽ എഞ്ചിനീയറിംഗ് ആയിരിക്കും സബ്ജക്റ്റ്. അപ്പോൾ സിവിൽ എഞ്ചിനീയറിംഗ് എന്ന സബ്ജക്റ്റ് കൊടുക്കുക. ഇഷ്യൂയിങ് അതോറിറ്റി നിങ്ങളുടെ ഇഷ്യൂയിങ് അതോറിറ്റി നിങ്ങളുടെ യൂണിവേഴ്സിറ്റി ആയിരിക്കും. കാരണം BTech സർട്ടിഫിക്കറ്റ് അതായത് യൂണിവേഴ്സിറ്റികളാണ് ഇഷ്യൂ ചെയ്യുക. അപ്പോൾ നിങ്ങളുടെ യൂണിവേഴ്സിറ്റി ഏതാണോ, മഹാത്മാഗാന്ധി യൂണിവേഴ്സിറ്റി ആണോ, അല്ലെങ്കിൽ കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി ആണോ, അല്ലെങ്കിൽ KT യൂണിവേഴ്സിറ്റി ആണോ, ആ യൂണിവേഴ്സിറ്റിയുടെ പേര് നിങ്ങളുടെ സർട്ടിഫിക്കറ്റിൽ എന്താണോ ഇഷ്യൂയിങ് അതോറിറ്റി കാണിക്കുന്നത് അത് ടൈപ്പ് ചെയ്ത് കൊടുക്കുക. സെയിം സർട്ടിഫിക്കറ്റ് നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഫോട്ടോ എടുക്കുക. ഗൂഗിൾ ക്രോമിൽ വന്നിട്ട് JPG to PDF വെബ്സൈറ്റ് വഴി അതിനെ PDF ആക്കി സേവ് ചെയ്യുക. എന്നിട്ട് ഇവിടെ അപ്ലോഡ് ചെയ്ത് കൊടുക്കുക. ഇവിടെ സേവ് ചെയ്യുക, എന്നിട്ട് ക്ലോസ് ചെയ്യുക. അടുത്തത് നമ്മൾ അപ്ലോഡ് ചെയ്യാനുള്ള ഓപ്ഷനാണ് നമ്മളുടെ ലൈസൻസ് ഡീറ്റെയിൽസ്.
അപ്പോൾ ലൈസൻസ് നിങ്ങൾക്കറിയാം, ലൈസൻസ് നമ്മൾ ഇതിലൂടെ അല്ല ലൈസൻസ് എടുക്കുന്നത്. ലൈസൻസ് നമ്മൾ ഓൾറെഡി നേരെ LSGDയുടെ ഓഫീസിൽ പോയിട്ട് ലൈസൻസ് എടുക്കേണ്ടതുണ്ട്. എങ്ങനെയാണ് ലൈസൻസ് എടുക്കുന്നതിനെ കുറിച്ചുള്ള വീഡിയോസൊക്കെ നമ്മുടെ ചാനലിൽ സിവിൽ എഞ്ചിനീയർ മലയാളം എന്ന് പറയുന്ന ചാനലിൽ യൂട്യൂബിൽ നിങ്ങൾക്ക് അവൈലബിൾ ആണ്. അതിൽ സെർച്ച് ചെയ്തുകൊണ്ട് ആ വീഡിയോ നിങ്ങൾക്ക് കാണാവുന്നതാണ്. നിങ്ങൾ ലൈസൻസ് രജിസ്റ്റർ ചെയ്തിട്ടുണ്ടെങ്കിൽ ലൈസൻസ് ഡീറ്റെയിൽസിൻ്റെ ഏറ്റവും അറ്റത്ത് കാണുന്ന പ്ലസ് ചിഹ്നത്തിൽ നിങ്ങൾ ക്ലിക്ക് ചെയ്യാം. അപ്പോൾ ആഡ് ലൈസൻസ് ഡീറ്റെയിൽസ് എന്ന് പറയുന്നൊരു വിൻഡോ വരും. അതിൽ ലൈസൻസ് കാറ്റഗറി എന്ന് പറയുന്ന സ്ഥലത്ത് 3 ടൈപ്പ് കാറ്റഗറി കാണിക്കുക. ഡീംഡ് ലൈസൻസ്, റെഗുലർ ലൈസൻസ്, അതേപോലെ എംപാനൽഡ് ലൈസൻസ്. നിങ്ങളുടെ ലൈസൻസ് എംപാനൽ ചെയ്തിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് എംപാനൽഡ് സെലക്ട് ചെയ്യാം. എംപാനൽ ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് സെൽഫ് പെർമിറ്റ് കൊടുത്തിട്ട് അതോറിറ്റി നിങ്ങൾക്ക് പെർമിറ്റ് ഇഷ്യൂ ചെയ്യുന്നതിന് മുമ്പ് തന്നെ നിങ്ങൾക്ക് സെൽഫായിട്ട് പെർമിറ്റ് ഇഷ്യൂ ചെയ്യാനുള്ള അധികാരം ഉണ്ടാവും. റെഗുലർ ലൈസൻസ് ആണെങ്കിൽ അതോറിറ്റിയാണ് നമുക്ക് നിലവിൽ പെർമിറ്റ് ഇഷ്യൂ ചെയ്യേണ്ടത്. അതിന് ശേഷം മാത്രമേ നമ്മൾ വർക്ക് സ്റ്റാർട്ട് ചെയ്യാൻ പാടുള്ളൂ. സോ എന്തായാലും നമ്മൾ എല്ലാവർക്കും ഉണ്ടാവുക റെഗുലർ ലൈസൻസ് ആയിരിക്കും. നമ്മൾ ലൈസൻസ് കാറ്റഗറി റെഗുലർ ലൈസൻസ് സെലക്ട് ചെയ്തു. ലൈസൻസ് ടൈപ്പ് ചിലത് സൂപ്പർവൈസർ B ആയിരിക്കും, അവർ സൂപ്പർവൈസർ B കൊടുക്കുക. അല്ലാത്തവർ BTech ആണെങ്കിൽ അവർ എഞ്ചിനീയർ A ആയിരിക്കും, എഞ്ചിനീയർ A സെലക്ട് ചെയ്ത് കൊടുക്കുക. രജിസ്ട്രേഷൻ ടൈപ്പ്, അടുത്തത് രജിസ്ട്രേഷൻ ടൈപ്പാണ്. 2 ടൈപ്പ് ഉണ്ടാവാൻ സാധ്യതയുള്ളത്. ഒന്ന്, നിങ്ങൾ ആദ്യമായിട്ട് ലൈസൻസ് എടുത്തിട്ടേ ഉള്ളൂ എങ്കിൽ, ഈ വർഷം അല്ലെങ്കിൽ കഴിഞ്ഞ വർഷമാണ് നിങ്ങൾ ലൈസൻസ് എടുത്തെങ്കിൽ നിങ്ങൾ ന്യൂലി രജിസ്റ്റേർഡ് ലൈസൻസി ആണ്. സോ നിങ്ങൾ ഇതിനകത്ത് രജിസ്ട്രേഷൻ ടൈപ്പ് എന്ന് പറയുന്നതിൽ ന്യൂലി രജിസ്റ്റേർഡ് എന്ന് പറയുന്ന ഓപ്ഷനാണ് സെലക്ട് ചെയ്യേണ്ടത്. എന്നാൽ നിങ്ങൾക്ക് ഒരുപാട് മുമ്പേ തന്നെ ലൈസൻസ് ഉണ്ടെങ്കിൽ അതിൻ്റെ കാലാവധി കഴിഞ്ഞ് നിങ്ങൾ റിന്യൂ ചെയ്തിട്ടുണ്ടെങ്കിൽ നിങ്ങൾ റിന്യൂവഡ് ലൈസൻസി എന്ന് പറയുന്ന ഓപ്ഷനാണ് സെലക്ട് ചെയ്യേണ്ടത്. റിന്യൂവഡ് സെലക്ട് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഓൾഡ് ലൈസൻസ് ഡീറ്റെയിൽസ് എന്ന് കാണാം. അതിൽ ഓൾഡ് ലൈസൻസ് നമ്പർ, നമ്മളുടെ പഴയ ലൈസൻസ് ഞാനൊന്ന് ജസ്റ്റ് കാണിക്കാം. ഒരു സാമ്പിൾ ലൈസൻസ് ആണ് ഞാൻ കാണിക്കുന്നത്. ഓക്കെ, ഇതൊരു സാമ്പിൾ ലൈസൻസ് ആണ്. ഡിപ്പാർട്ട്മെൻറ്റ് ഓഫ് അർബൻ അഫയേഴ്സ് ആണ് ഇത് ഇഷ്യൂ ചെയ്തിരിക്കുന്നത്. ഇതിൻ്റെ മുകളിൽ കാണാം രജിസ്റ്റർ നമ്പർ പിന്നെ ഹൈഫൺ, പിന്നെ കുറേ നമ്പറുകൾ EA ഹൈഫൺ എന്നൊക്കെ പറഞ്ഞ് വലിയൊരു അക്കം കാണാം. ഇതാണ് ആക്ച്വലി നിങ്ങളുടെ ലൈസൻസ് നമ്പർ. രജിസ്റ്റർ നമ്പർ എന്നുള്ളതാണ് നിങ്ങളുടെ ലൈസൻസ് നമ്പർ. ഇത് നിങ്ങൾക്ക് പഴയ ലൈസൻസ്, നിങ്ങളുടെ ആ ഫസ്റ്റ് എടുത്ത ലൈസൻസിലായിരിക്കും നിങ്ങൾക്കത് കാണാൻ സാധിക്കുക. നിങ്ങൾ നിങ്ങളുടെ ലൈസൻസ് റിന്യൂ ചെയ്തിട്ടുണ്ടെങ്കിൽ ഇതേപോലത്തെ ഒരു റിന്യൂവൽ ലൈസൻസ് ആയിരിക്കും നിങ്ങളുടെ കയ്യിലുണ്ടാവുക. ഇതിലൊരു നമ്പർ കാണാം. ഇത് നിങ്ങളുടെ റിന്യൂവൽ നമ്പറാണ്. ഇത് നിങ്ങളുടെ ലൈസൻസ് നമ്പർ അല്ല എന്ന് ഓർമ്മിക്കുക. നിങ്ങളുടെ ലൈസൻസ് നമ്പർ മാറുന്നില്ല. നിങ്ങളുടെ ലൈസൻസ് നമ്പർ ഏതാണോ നിങ്ങൾ ആദ്യം എടുത്ത ലൈസൻസ് നമ്പർ അത് തന്നെയായിരിക്കും നിങ്ങളുടെ ലൈസൻസ് നമ്പർ. ഇവിടെ കാണാം രജിസ്ട്രേഷൻ നമ്പർ. ഇതാണ് നിങ്ങളുടെ ലൈസൻസ് നമ്പർ. സോ ഇത് രണ്ടും നമുക്ക് ആവശ്യമുണ്ട്. റിന്യൂ ചെയ്ത ആളാണെങ്കിൽ റിന്യൂവൽ സർട്ടിഫിക്കറ്റ് നമുക്ക് ആവശ്യമുണ്ട്. നമ്മുടെ രജിസ്ട്രേഷൻ സർട്ടിഫിക്കറ്റ്, നമ്മൾ ആദ്യം എടുത്ത ലൈസൻസ് സർട്ടിഫിക്കറ്റ് നമുക്ക് ആവശ്യമുണ്ട്. സോ അത് എങ്ങനെയാണ് അപ്ലോഡ് ചെയ്യുന്നത് നോക്കാം. ഓൾഡ് ലൈസൻസ് നമ്പർ എന്ന് ചോദിക്കുന്ന സമയത്ത് നമ്മുടെ ലൈസൻസിൽ മുമ്പുണ്ടായിരുന്ന രജിസ്ട്രേഷൻ നമ്പർ E-2022 എന്നൊക്കെ പറഞ്ഞ് വരുന്ന ആ ഒരു അക്കം അവിടെ ടൈപ്പ് ചെയ്ത് കൊടുക്കുക. ഇഷ്യൂയിങ് അതോറിറ്റി, അതായത് നിങ്ങൾ LSGD ഓഫീസ് മുമ്പ് റീജിയണൽ ജോയിൻറ്റ് ഡയറക്ടർ കോഴിക്കോട് ഓഫീസാണ് നിങ്ങൾക്ക് ഇഷ്യൂ ചെയ്തിരുന്നതെങ്കിൽ അത് സെലക്ട് ചെയ്യാം. ഇഷ്യൂ ഡേറ്റ്, നിങ്ങൾ എന്നാണോ ആ ഇഷ്യൂ ചെയ്തിരിക്കുന്നത് ആ ഡേറ്റ് അവിടെ സെലക്ട് ചെയ്യാം. തൊട്ടടിയിൽ ലൈസൻസ് ഡീറ്റെയിൽസ് എന്ന് പറയുന്ന ഓപ്ഷൻ കാണാം. അവിടെ പുതിയ ലൈസൻസിൻ്റെതാണ് നിങ്ങൾ ചെയ്തു കൊടുക്കേണ്ടത്. അതായത് നിങ്ങളുടെ റിന്യൂ ചെയ്ത ലൈസൻസിൻ്റെ ഡീറ്റെയിൽസ് ആണ് നിങ്ങൾ ചെയ്തു കൊടുക്കേണ്ടത്. ലൈസൻസ് ഇഷ്യൂ ഡേറ്റ് എന്ന് പറയുന്ന ഓപ്ഷൻ, ലൈസൻസ് ഇഷ്യൂ ഡേറ്റ് എന്ന് പറയുന്നത് നിങ്ങളുടെ പുതിയ ലൈസൻസ്, അതായത് റിന്യൂ ചെയ്ത ലൈസൻസ് കിട്ടിയ ഡേറ്റ് അവിടെ ടൈപ്പ് ചെയ്ത് നൽകുക. ഇഷ്യൂയിങ് അതോറിറ്റി, ഇപ്പോൾ എല്ലാ ജില്ലകളിലും ഇഷ്യൂയിങ് അതോറിറ്റി വന്നിട്ടുണ്ട്, മുമ്പ് അങ്ങനെ ഉണ്ടായിരുന്നില്ല. സോ നിങ്ങളുടെ റിന്യൂ ചെയ്ത ഇഷ്യൂയിങ് അതോറിറ്റി ഏതാണെന്ന് നോക്കുക, അതവിടെ സെലക്ട് ചെയ്ത് കൊടുക്കുക. ലൈസൻസ് നമ്പർ നേരത്തെ ഉണ്ടായിരുന്ന ലൈസൻസ് നമ്പർ തന്നെയാണ്, അത് തന്നെ വീണ്ടും അടിച്ചു കൊടുക്കുക. ശ്രദ്ധിക്കുക, റിന്യൂവലിൻ്റെ നമ്പർ കൊണ്ടുപോയിട്ട് ടൈപ്പ് ചെയ്ത് വെക്കരുത്, റിജക്റ്റ് ആവും. നിങ്ങളുടെ ലൈസൻസ് നമ്പർ എന്ന് പറയുന്നത് നിങ്ങൾക്ക് ആദ്യം കിട്ടിയ ലൈസൻസിലെ രജിസ്റ്റർ നമ്പറാണ്, അത് ടൈപ്പ് ചെയ്ത് നൽകുക. ലൈസൻസ് എക്സ്പയറി ഡേറ്റ് എന്ന് പറയുന്ന ഭാഗത്ത് നമ്മളുടെ ലൈസൻസ് എന്നാണോ എക്സ്പയർഡ് ആവുക അത് ടൈപ്പ് ചെയ്ത് നൽകുക. അത് നമ്മുടെ റിന്യൂവൽ ലൈസൻസിൽ കൃത്യമായിട്ട് കാണാൻ സാധിക്കും അതിൻ്റെ എക്സ്പയറി ഡേറ്റ് എന്നാണ് എന്നുള്ളത്. അടുത്തത് എക്സിസ്റ്റിംഗ് ലൈസൻസ് അപ്ലോഡ് ചെയ്യാനുള്ള ഓപ്ഷനാണ്. എക്സിസ്റ്റിംഗ് ലൈസൻസ് എന്ന് വെച്ചാൽ ഇപ്പം നിങ്ങളുടെ കയ്യിലുള്ള റിന്യൂവൽ ആയിട്ടുള്ള ലൈസൻസ് നിങ്ങൾ അവിടെ അപ്ലോഡ് ചെയ്യുക. അതർ അറ്റാച്ച്മെൻറ്റ് എന്ന് പറയുന്ന സ്ഥലത്ത് നിങ്ങൾ മുമ്പെടുത്തിരുന്ന ആദ്യം എടുത്ത ലൈസൻസ് നിങ്ങൾ അവിടെ PDF ആയിട്ട് അറ്റാച്ച് ചെയ്യുക. ഇത് രണ്ടും 1 MB താഴെയുള്ള PDF ആയിട്ടാണ് നിങ്ങൾ അപ്ലോഡ് ചെയ്യേണ്ടത്. അപ്ലോഡ് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നേരെ നിങ്ങൾക്കത് അടിയിൽ വന്നിട്ട് സേവ് ചെയ്യാവുന്നതാണ്. സേവ് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നിങ്ങൾ കൊടുത്ത വിവരങ്ങളൊക്കെ ഒന്നുകൂടി ഒന്ന് റീചെക്ക് ചെയ്യുക.
എന്നിട്ട് ഏറ്റവും അടിയിൽ സബ്മിറ്റ് എന്ന് പറയുന്ന ഒരു ഓപ്ഷൻ കാണാം. അവിടെ നിങ്ങൾക്ക് സബ്മിറ്റ് ചെയ്യാവുന്നതാണ്. സബ്മിറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ ഗവൺമെൻറ്റിൻ്റെ ഒഫീഷ്യൽസിൻ്റെ ഭാഗത്ത് നിന്നൊരു വെരിഫിക്കേഷൻ ഉണ്ടാവും. നമ്മൾ കൊടുത്തതിലുള്ള സ്പെല്ലിംഗ് മിസ്റ്റേക്സ് അല്ലെങ്കിൽ നമ്മൾ ലൈസൻസ് ടൈപ്പ് ചെയ്തതിൽ മിസ്റ്റേക്സ് വന്നിട്ടുണ്ടെങ്കിൽ അത് റിജക്റ്റ് ആവും. റിജക്റ്റ് ആയി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്കൊന്ന് എഡിറ്റ് ചെയ്ത് കൊടുക്കാനുള്ള ഓപ്ഷൻസ് ഉണ്ട്. ശ്രദ്ധിക്കുക, നമുക്ക് ഈ ലൈസൻസ് നമ്പേഴ്സും ഒക്കെ തെറ്റിപ്പോയാലും എഡിറ്റ് ചെയ്യാം. പക്ഷേ നിങ്ങളുടെ പേര്, മെയിൽ ID, മൊബൈൽ നമ്പർ ഇതൊക്കെ തെറ്റിപ്പോയി കഴിഞ്ഞാൽ പിന്നീട് അത് എഡിറ്റ് ചെയ്യാൻ കഴിയില്ല. കാരണം പിന്നീട് നമ്മൾ വേറൊരു പേരിൽ അത് രജിസ്റ്റർ ചെയ്യാം, രണ്ടാമത് രജിസ്റ്റർ ചെയ്യാം എന്ന് വിചാരിച്ചാലും നമ്മുടെ ആധാർ കാർഡ് ഓൾറെഡി ഇതിനകത്ത് കുടുങ്ങിപ്പോയത് കൊണ്ട് തന്നെ പിന്നീട് നമ്മൾ വീണ്ടും ആധാർ ടൈപ്പ് ചെയ്ത് നൽകിയാൽ ആ ആധാർ സ്വീകരിക്കില്ല. ഓൾറെഡി ആധാർ ഞങ്ങളുടെ ഡാറ്റാബേസിൽ ഉണ്ട് എന്ന് പറയും. സോ പെട്ടുപോകുന്നൊരവസ്ഥയാവും. സോ കറക്റ്റായിട്ട് ശ്രദ്ധിച്ചിട്ട് തന്നെ പേരും കാര്യങ്ങളൊക്കെ ടൈപ്പ് ചെയ്യുക. 2 തവണ റീചെക്ക് ചെയ്യുക, ദെൻ സബ്മിറ്റ് ചെയ്യുക. 2 ദിവസത്തിനുള്ളിൽ നിങ്ങൾക്ക് നിങ്ങളുടെ K-സ്മാർട്ട് അക്കൗണ്ട് ആക്ടിവേറ്റ് ആയിട്ട് ലഭിക്കും. ഇവിടെ നിങ്ങൾക്ക് അപ്രൂവ് എന്ന് പറയുന്ന ഒരു നോട്ടിഫിക്കേഷനും ലഭിക്കുന്നതാണ്.